നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ധൂമകേതുവാണ്. പൊടിപടലങ്ങളിൽ നിന്നും രൂപം കൊണ്ട ഒരു ഇരുണ്ട വാൽനക്ഷത്രത്തിന്റെ പേരാണ് ധൂമകേതു എന്നത്. ജഗത്തിന് വിപത്തിനായി ജനിച്ചാൻ ധൂമകേതു എന്ന പോൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് താനും. അയാൾ വിശ്വസിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അമേരിക്കയിലേക്ക് ചെല്ലുന്നവരെല്ലാം തൊഴിലന്വേഷകരാണെന്നും ലോകത്തിന്റെ അന്നദാതാവും സംരക്ഷകനും അമേരിക്ക ആണെന്നുമാണ്. ഇത് ഒട്ടും ശരിയല്ല എന്നതാണ് സത്യം. അമേരിക്കയിലെ നിക്ഷേപകരിൽ 60% വിദേശികളാണ്. അതിൽ ഇന്ത്യക്കും മുഖ്യ പങ്കുണ്ട്. അമേരിക്കയിലെ പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തുള്ളത് ഇന്ത്യക്കാരോ ഇന്ത്യൻ വംശജരോ ആണ്. അമേരിക്കയുടെ സ്വദേശിവൽക്കരണം ഡൊണാൾഡ് ട്രംപിന്റെ നടക്കാത്ത ഒരു മനോഹര സ്വപ്നമായി മാത്രം അവശേഷിക്കും. സായിപ്പ് 6 മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കില്ല. ശമ്പളമോ വിദേശ തൊഴിലാളികളുടെ 3 ഇരട്ടി കൊടുക്കണം. ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഇവരിൽ വളരെ കൂടുതലാണ്. അമേരിക്കയുടെ സാമന്ത രാജ്യം പോലെ കഴിഞ്ഞിരുന്ന ഇസ്രയേലിന് പോലും നിലവിൽ ട്രംപിന് വിശ്വാസമില്ല. ഇസ്രയേലിന് ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ലോക നേതാവ് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. കാനഡ ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിനെ അവിശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. ട്രംപിന്റെ നെറിവില്ലാത്ത ഭാഷയും പ്രവൃത്തിയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പോലും അമേരിക്കയോടുള്ള വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊതുകടമുള്ള രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു. അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഇന്ത്യ, ഇസ്രയേൽ, റഷ്യ മുതലായ രാജ്യങ്ങളുടെ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇത് ഡോളറിന്റെ ആഗോള മൂല്യനിർണയത്തിന് മങ്ങലേൽപ്പിക്കുക തന്നെ ചെയ്യും. ഭ്രാന്തൻ ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ ഒരു ധൂമകേതു പോലെ നശിപ്പിക്കുമോ അതോ രക്ഷിക്കുമോ? കാത്തിരുന്ന് കാണാം. വന്ദേ മാതരം.